വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. 5 വർഷം മുമ്പ് വേടൻ എഴുതി സംഗീതം നൽകിയ പാട്ടാണ്. 5 വർഷങ്ങൾക്കിപ്പുറം ചില നേതാക്കൾക്ക് ഇത് തോന്നുകയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന പാട്ടാണ് എന്ന്. 5 വർഷം മുമ്പും ഈ പാട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. ഏകദേശം 13 മില്യൺ ആൾക്കാരാണ് യൂട്യൂബിൽ മാത്രം ഈ പാട്ട് കേട്ടത്. അന്നൊന്നും തോന്നാതിരുന്ന വിമർശനം പൊടുന്നനവേ ഒരു BJP നേതാവിനുണ്ടായി എന്നത് കുറച്ച് അതിശയോക്തി ഉണ്ടാക്കുന്നതാണ്. ഈ പരാതി അത്ര നിഷ്കളങ്കമാണ് എന്ന് RDX കരുതുന്നില്ല. അടിച്ചമർത്തപ്പെട്ടവൻ്റെ പാട്ടായ റാപ്പ് പാടി ആരാധകരെ ഉണ്ടാക്കിയ, തെളിച്ചത്തോടെ രാഷ്ട്രീയം പറയുന്ന വേടൻ എന്ന ദളിത് ചെറുപ്പക്കാരനെ തീവ്രവാദിയാക്കിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അയാൾ പാടുന്ന പാട്ടുകളിൽ പോളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, അത് നിറയുന്നുണ്ട്. അത് പുതുതലമുറയിൽ ഭൂരിഭാഗവും ഏറ്റുപാടുന്നുണ്ട്. അതിൽ വിമർശിക്കാനുള്ള വകയുണ്ട്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. പക്ഷേ ഈ നിലയ്ക്കുള്ള പരാതികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഗൗരവമുള്ള കാര്യമാണ്. വേടൻ്റെ പാട്ട് കേൾക്കാൻ വരുന്നവർ അംബേദ്കറെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവർ വേടൻ പാട്ടുകൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. 5 വർഷം മുമ്പിറങ്ങിയ ഒരു പാട്ടിപ്പോഴും അങ്ങനെ ആളുകളെ കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ, ചിലരെ എങ്കിലും ഇങ്ങനെ വിളറി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ 50 വർഷം കഴിഞ്ഞാലും അതേ വരികൾ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതാണ് RDXന് പറയാനുള്ളത്.